ഇന്ന് ഞാൻ ടെമോയിൽ നിന്ന് ഓർഡർ ചെയ്ത് എനിക്കിന്ന് കിട്ടിയ സാധനങ്ങൾ ഞാൻ കാണിക്കാവേ. അത് എനിക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു സാധനമാണിത്. ഇത് നമുക്ക് ആപ്പിളിൻ്റെ തൊലി വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ വട്ടം കറക്കി കഴിയുമ്പം നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് പിള്ളേർക്കായാലും യൂസ് ചെയ്യാം, വലിയവർക്കായാലും യൂസ് ചെയ്യാം കേട്ടോ. ഇതുണ്ട്, ഇതെൻ്റെ മോന് ഇത് അതിൻ്റെ മൊത്തം തൊലിയെല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫുള്ള് തൊലി കളഞ്ഞിട്ട് നമുക്കെടുക്കാം. വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസർ. നമുക്ക് ഈ പെൻസില്, പെന്ന്, റബ്ബർ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നിരന്ന് കിടക്കുന്നതിന് പകരം ഇതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുവാണെങ്കിൽ പിള്ളേർക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാനും അതിനുവേണ്ടി മേടിച്ചൊരു ഓർഗനൈസറാണിത്. ഇതൊരു യൂസ്ഫുൾ ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് കണ്ടോ, പെൻസിൽ അങ്ങനെ എടുത്ത് വെക്കുക. ഓരോന്നിനും ഓരോ കള്ളി ഉള്ളതുകൊണ്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഒരെണ്ണത്തിനകത്ത് പെൻ വെക്കാം, ഒരെണ്ണത്തിൽ നമുക്ക് റബ്ബർ, കട്ടർ, സ്കെയില്, അങ്ങനെ ഓരോരോ സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് വെക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പം ഒന്ന് ചതച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മിക്സിയുടെ ആവശ്യമൊന്നുമില്ലാതെ യൂസ് ചെയ്യാം. ഇതാണ് വെജിറ്റബിൾ കട്ടർ. ഇത് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിനകത്ത് വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് ഇതിലൊരു വള്ളി ഉണ്ടാവത്തെ പിടിച്ച് നമ്മൾ വലിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ടോ, ഇതിങ്ങനെ നമ്മൾ ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്ത് നമുക്ക് കിട്ടും. വളരെ യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതാണ് നമ്മുടെ ഷൂ ക്ലീനർ, അതായത് നമ്മുടെ ഷൂ ക്ലീൻ ചെയ്യാൻ. പിന്നെ ഞാൻ മേടിച്ചൊരു സാധനമാണ് ഇതുണ്ട്. എൻ്റെ മോൻ എൻ്റെ അടുത്ത് റെഡ് കാർ വേണമെന്ന് പറഞ്ഞു. മോക്ക് സ്ലൈം, ഇത് സിറ്റി കിറ്റിനകത്താണെങ്കിൽ ഇതുണ്ട്, ഇത്രയും സ്ലൈം കിറ്റ്സ് ഉണ്ട്. അതെല്ലാം സ്മോൾ ആണെങ്കിൽ ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അറിയാമല്ലോ, പിള്ളേർ ഒത്തിരി ഒന്നും യൂസ് ചെയ്യത്തില്ലല്ലോ. അതിനകത്ത് ഒരേ കളർ തന്നെ രണ്ടെണ്ണം വെച്ച് തന്നെ ഉണ്ട്. 2 ഗ്രീൻ, 2 ബ്ലൂ, റെഡ്, 2 യെല്ലോ, അങ്ങനെ എല്ലാ കളേഴ്സും രണ്ടെണ്ണം വെച്ച് തന്നെ ഉണ്ട്. അതിൻ്റെ മോക്ക് സ്ലൈം വെച്ച് നമുക്കറിയാമല്ലോ, സ്ലൈം കൊണ്ട് പല സാധനങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ, അതിന് വേണ്ടിയുള്ളൊരു സാധനമാണത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയത് കണ്ട് തെർമോമീറ്റർ. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ്, പിന്നെ ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻ, 2026 ഒരു കലണ്ടർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചത്. പിന്നെ 2 ജാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിന്നീട് കാണിക്കാവേ. പിന്നെ എന്നതാ, അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ മേടിച്ച കുറേ കുഞ്ഞു സാധനങ്ങളാണ്. പിന്നെ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യേണ്ടതായ കുറച്ച് സാധനങ്ങളോട് മേടിച്ചു. ഇതുണ്ട്, ഇത് ബൾബ്. ഇതെന്ന് പറഞ്ഞാൽ പല ലൈറ്റിൽ ഇതുണ്ടല്ലോ, പല കളർ ഇത് മാറി വരുവേ. റെഡ്, യെല്ലോ, ബ്ലൂ, വൈറ്റ്, ഒരു സാധനം തന്നെ. അത് ക്രിസ്മസ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് അതിൻ്റെ അത് ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് അല്ലെങ്കിൽ കേൾക്കാനൊക്കെ ആയിട്ട് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. സീ യു ലേറ്റർ, ബായ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. ബൈ.